ഹായ് കൂട്ടുകാരെ, ഇന്ന് ഏട്ടൻ്റെ ഡ്രീം ഗാർഡനിലൊക്കെ കയറിയിട്ടാട്ടോ പോരുന്നത്. അപ്പോൾ ഇതാ അവിടെ പുതിയ ചെടികളൊന്നും വന്നിട്ടില്ല. എന്നാലും ഇവിടെ എത്തുമ്പോൾ ഈ ഗ്രീൻ ചീനിയൊക്കെ കാണുമ്പോൾ അതിങ്ങനെ നല്ല ചുവപ്പ് കളറിലും പല കളറിലുണ്ട് കേട്ടോ. ചുവപ്പും ഡാർക്ക് ചുവപ്പും മെറൂണും 2 കളർ കൂടിയതൊക്കെ. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി പിന്നെ ഇവിടെ ഇങ്ങനെ ഭയങ്കര കിളിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇവിടെ ഈ ഗ്രീൻ ചീനിയൻ്റെ നല്ല വൻ എന്താ പറയുക, കണ്ടില്ലേ, അത്രയും ഇവിടെ ഉണ്ട് കേട്ടോ വെറൈറ്റികൾ. ഇതൊക്കെ ഓരോരുത്തർ വന്നിട്ട് ഒരുപാട് ഒന്നിച്ചെടുത്ത് പോകും. ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവരും പുതിയ വീട് ഉണ്ടാക്കുന്നവരൊക്കെ ചുറ്റുകൂടെ വെക്കാനും അങ്ങനെ ഒന്നിച്ച് കുറേ എണ്ണം ഒരുമിച്ച് കൊണ്ടുവന്നതാണ്. എന്തായാലും ഇതിനേക്കാളും കൂടുതൽ അകത്തൊക്കെ കണ്ടിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട്. നമ്മളെ ഓടപ്പമൊക്കെ അതാ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളർ വ്യത്യസ്തമല്ലേ. ഇത് ഒരു കായ ഉണ്ടാവും കേട്ടോ വലിയതാവുമ്പോൾ. എന്തായാലും നമുക്ക് ഉള്ളിലൊക്കെ കയറി വെക്കാം. ഇതാ കുറേ ഇലച്ചെടികളാണ് ഇവിടെ ഇങ്ങനെ കൂടുതലുള്ള വെട്ടി നിർത്തുന്ന സൈസ് പലതരമുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഇത് തമ്പലമണ്ണയിലാണ്, റോഡ് സൈഡിലാണ്. ഈ വഴിയൊക്കെ പോകുന്നവർക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം. തിരുവമ്പാടിയിൽ നിന്ന് തമ്പലമണ്ണ വഴി കോടഞ്ചേരിക്ക് പോകുമല്ലോ, ആ വഴിയിലാണ്. തമ്പലമണ്ണ എത്തുമ്പോൾ ആരോടും ചോദിക്കാനൊന്നുമില്ല, റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ പോകുമ്പം തന്നെ കാണാം ഈ വഴി പോകുന്നവർക്ക്. ഇവിടെ ഉണ്ട് കേട്ടോ മഞ്ഞക്കറി പോലത്തെ. ഇപ്പം വേറെ ചെടികളൊന്നും അധികമല്ല, വന്നതൊക്കെ പോയി. പിന്നെ പൂക്കളൊക്കെ ഉള്ളതൊക്കെ ഇപ്പം മഴയായിട്ടും ഒക്കെ പോയി. ഇത് നല്ല രസമല്ലേ. ഇനി മഴയൊക്കെ കുറഞ്ഞാലേ പൂക്കളൊക്കെ ഉള്ള ചെടികൾ ഇവിടെ ഇറക്കുള്ളൂ. അപ്പം അധികം അങ്ങനത്തെ ഇലച്ചെടികളാണ്, ഇതാണല്ലോ കേടാവാതിരിക്കുള്ളൂ. ഇതാ ചാമ്പയൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ ഇന്നാൾ വന്നപ്പം ഇങ്ങനെ വലിയതായിട്ടില്ലായിരുന്നു, കുഞ്ഞതായിരുന്നു. ഇനി പഴുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടുത്തെ റംബൂട്ടാനും ഇവിടെ പഴുത്തിട്ടില്ല. പല സ്ഥലത്തും പഴുത്ത് കഴിഞ്ഞതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അതാ ഒരു കായ ഉണ്ടല്ലേ, ഇതിനൊരു പുളിയാണ്. ചിലർക്കൊക്കെ ഇത് ഇഷ്ടമായിരിക്കും, മക്കൾക്കൊക്കെ അത് നല്ല ഇഷ്ടമായിരിക്കും. അപ്പം പിന്നെ ഈ മഞ്ഞപ്പൂവൊക്കെ നമ്മൾ മതിൽ കൂടിയൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെയുള്ള കാടൊക്കെ വെട്ടി കുളമൊക്കെ അതാ ഇവിടുന്ന് വെള്ളം എടുക്കുന്ന കേട്ടോ. ഇവിടെയുള്ള ജാതിക്കൊക്കെ താഴെ തൊഴിഞ്ഞെടുക്കുന്നുണ്ട് കാടൊക്കെ വെട്ടിയപ്പോൾ. ഇത് കണ്ടില്ലേ, ഈ ഗ്രീൻ ചീനിയ നല്ല പല തരം വലുപ്പത്തിലുണ്ട്. ഇനി അകത്ത് സെറ്റ് ചെയ്യേണ്ടവർക്ക് അതിന് പറ്റിയ വലുപ്പമോ, ഇനി വലിയ മരം വേണം മരമായിട്ട് വേണ്ടവർക്ക് അങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ പല ഡാർക്ക് കളറുള്ളുണ്ട് കേട്ടോ. ഇതുണ്ടോ, എന്തൊരു ഡാർക്കാണ് നോക്കിക്കേ. ഇത് തന്നെ കുറച്ചുകൂടി ഇതാ. അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. ചെറുതൊക്കെ വേണമെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും. വലിയതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ വന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇഷ്ടമുള്ള അനുസരിച്ച് ഏത് വലിപ്പം വേണമെങ്കിലൊക്കെ എടുക്കാമല്ലോ. അപ്പം അതാ ഞാൻ എപ്പോഴും പറയില്ല, ഈ വഴിയൊക്കെ പോകുന്നവർക്കുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏട്ടന്മാരുണ്ടാവും. ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ്, ഡ്രീം ഗാർഡൻ കാണുകയും ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.